ലിറ്റിൽ മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ലിറ്റിൽ മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ഊഴമാണ്. തമ്പു, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ ഞാനൊരു ഡാൻസ് കളിക്കാം. അമ്മേ, ഡാൻസോ? തമ്പു അണ്ണ, അണ്ണ വേണേ പാടിക്കോ, ഡാൻസ് മാത്രം കളിക്കരുതേ. അതാ എനിക്ക് ഡാൻസ് കളിച്ചാൽ ഇതെങ്ങനെയുണ്ടോ നോക്ക്. സ്റ്റോപ്പ്. അതെ, ചിമ്പം പറഞ്ഞതിലും കാര്യമുണ്ട്. നീ വേണേ പാടിക്കോ, എന്നാലും ആടരുത് പ്ലീസ്. അതെ, ഡാൻസ് എന്നും പറഞ്ഞ് ചുമ്മാ ഭൂകമ്പം ഉണ്ടാക്കല്ലേ ചേട്ടാ. എന്നെ ചുമ്മാ കളിയാക്കല്ലേ. എന്റെ ഇടിയെന്ന് വെച്ചാൽ സൂപ്പർമാൻ ഇടിയാം. ചുമ്മാ എന്നോട് കളിക്കല്ലേ. ചൂടാവാതെ തമ്പു അണ്ണന്റെ സങ്കടം മാറ്റാ ഞാൻ പാടാം. ഒരു കലാകാരന്റെ വിഷമം എനിക്കറിയാം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പാട്ട്? ഇതിലും നല്ല സംഗീതം എവിടുന്ന് കിട്ടും എന്റെ കറുമ്പി? സമ്മതിച്ചിരിക്കുന്നു. പാടി മഴ പെയ്യിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. പാടിയിട്ട് ആളെ ബോധം കെടുത്തുന്നത് ആദ്യമായി നേരിട്ട് കണ്ടു. ഇനി ആരും ഒന്നും ചെയ്യണ്ട, എന്റെ സർക്കസ് കണ്ടു നോക്ക്. ഹായ് കൂട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ. എന്താ പരിപാടി? അത് പിന്നെ ഞങ്ങളൊരു കാട്ടു സംഗമം സംഘടിപ്പിച്ചതാ. ഇടയ്ക്കിടയ്ക്ക് വെക്കാറുള്ളതാണ്. ഞങ്ങളുടെ അഭിരുചി പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണിത്. അത് കൊള്ളാലോ. ആട്ടെ, ഇനി എന്ത് പ്രകടനമാണ് നടക്കുന്നത്? റാമ്പ് എഴുതാണ്ട് സർക്കസ് കാണിക്കാൻ പോവാ. ഇനി എല്ലാരും എന്റെ ഈ കയ്യിലെ ക്യാരറ്റ് നോക്കിയേ. ഇതൊറ്റ വിരലിൽ നിർത്തി ഞാൻ അമ്മാനമാടും. ഇതാണോ നിന്റെ
സർക്കസ്. നീ കിച്ചുവിന്റെ സർക്കസ് ഒന്ന് കണ്ടോക്ക്. അതാണ് സർക്കസ്. അവൻ ചെയ്യാത്ത അഭ്യാസമില്ല. കിച്ചുവോ? അതാരാ? ഞാനിതുവരെ ഇങ്ങനെ ഒരാളെ കേട്ടിട്ടില്ലല്ലോ. അതാരാണ്? അവൻ നമ്മുടെ ചിമ്പനെ പോലെ ഒരു കുരങ്ങനാ. ഞങ്ങളെ ജന്മനാ കലാകാരന്മാരാണ്. എന്റെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്ത് തുടങ്ങിയതാണ് ഞങ്ങൾ സർക്കസ്. മനസ്സിലായോ? അതിന്റെ ഭാഗമായി വള്ളികളിൽ ഞങ്ങൾ ഇപ്പോഴും തൂങ്ങി നടക്കുന്നു. അവനെ എവിടുന്നാ നിങ്ങൾ കണ്ടത്? ഈ കാട്ടിൽ വെച്ചാണോ? അവനെന്ത് സർക്കസ് കാണിച്ചു എന്നാ പറയുന്ന? ചുമ്മാ പുഴു അടിക്കല്ലേ പൊന്നു. കാര്യങ്ങൾ വ്യക്തമായി പറയണേ. ശരി ശരി, എന്നാ കേട്ടോ. ഞങ്ങളൊരു ദിവസം സ്കൂൾ വിട്ട് വരികയായിരുന്നു. ഇന്നത്തെ മാത്സ് ക്ലാസ് ശരിക്കും ബോറടിച്ചു. അതെ, തക്കുട് പറഞ്ഞത് ശരിയാ. ശരിക്കും ബോറടിച്ചു. ബോറടിച്ചെന്നോ? ബോറടി മാറ്റാനല്ലേ ഞങ്ങൾ. നിങ്ങളാരാ? ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കുട്ടികളെല്ലാവരും സർക്കസ് അങ്കിൾ എന്ന് വിളിക്കും. ശരിക്കുള്ള പേര് തോമസ് എന്നാണ്. നിങ്ങൾക്ക് അങ്കിൾ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇവന്റെ പേര് കിച്ചു. ഞങ്ങൾ സർക്കസ് കാണിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു പോരുന്നു. അത് ഞങ്ങളുടെ വീക്ക്നെസ്സാ. ഈ വയസ്സായ എനിക്ക് ഇവനാണൊരു തുണ. ഇവൻ കാണിക്കുന്ന സർക്കസ് കണ്ട് വല്ലവരും വല്ലതും തരും. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് സർക്കസ് കണ്ടാ കൊള്ളാന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ. ആ, ഇത് മതിയോ? നിങ്ങൾ ആഗ്രഹിച്ചല്ലേ? ദാ കണ്ടോളൂ. ഇനി ഇവൻ നിങ്ങൾക്ക് വേറൊരു വിദ്യ കാണിച്ചു തരും. ഈശോയെ, നീ കാത്തു. എന്ത് അഭ്യാസങ്ങളാണ് ഈ കിച്ചു കാണിക്കുന്നത്? ഞാൻ ശരിക്കും പേടിച്ചു. അങ്കിൾ, ഞങ്ങള് പോട്ടെ. പിന്നീട് വരാട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാം സർക്കസ് കാണാൻ. അതിനെന്താ എന്റെ മക്കളെ, നിങ്ങൾക്ക് മതിയാവോളം കണ്ടോളൂ. അല്ലടാ മോനെ കിച്ചു? അതെ അതെ, എനിക്ക് കളിക്കാൻ പുതിയ കൂട്ടുകാരെ കിട്ടിയല്ലോ. കണ്ടില്ലേ, എനിക്കും അറിയാം. ഈ സർക്കസ് അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാ. മനസ്സിലായോ? അല്ലാതെ ചുമ്മാ റാംബോയെ പോലെ. അയ്യോ, എന്ത് പറ്റിയപ്പാ? ഇതും അഭ്യാസമാണോ? ഒരു കലാകാരനെ തളർത്തിയിട്ട് അവൻ മെയിനാകാൻ നോക്കിയതാ. ഒരുത്തൻ ചായം കിടക്കുമ്പോഴാ അവന്റെ വീണവായന. ഒന്ന് പോടാ അവിടുന്ന്. അയ്യോ, ആരെങ്കിലും വന്ന് എന്നെ എടുത്തോണ്ട് പോടേ. അയ്യോ, എന്റെ നടുവോടുന്നേ. എനിക്ക് വൈദ്യരെ കാണണേ. അയ്യോ. കൂട്ടുകാരെ, എന്നാ പിന്നെ കാണാം. ഞങ്ങൾ ഇവനെ വൈദ്യരുടെ അടുത്തെത്തിക്കട്ടെ. ഓക്കെ. ഇന്റർബെൽ അടിച്ചതും അവൻ എങ്ങോട്ടോ പോയി. അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാൻ പോയതായിരിക്കും. ആ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഹായ് കൂട്ടുകാരെ. എന്താണ് തക്കടു മൊത്തൊരു സന്തോഷം? ഈ CID തക്കടു വിചാരിച്ചാൽ പലതും കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ ആരെങ്കിലും സ്കൂളിന്റെ പിന്നിലെ ഗ്രൗണ്ടിൽ പോയി നോക്കിയിട്ടുണ്ടോ? ഇല്ല. എന്താ അവിടെ? അവിടെയാണ് കാണാനുള്ളത്. ഞങ്ങൾ ഇന്നലെ അവിടെ പോയതാണല്ലോ. ഞാൻ ചോദിച്ചത് ഇന്ന് ആരെങ്കിലും അതിലെ പോയിരുന്നോ എന്നാണ്. നീ കാര്യം പറ. എന്താ? നിങ്ങൾ വാ, നേരിട്ട് കാണാലോ. ഇനി തിരിച്ച് വീട്ടിൽ പോകുമ്പോ കാണാന്നേ. എന്നാലും നീ പറയില്ലല്ലേ? അതെ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? എല്ലാരും മാത്സ് ഹോംവർക്ക് എടുത്തേ.
ഹോംവർക്ക് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നേ. CID ശരിക്കും പെട്ടു. ഹോംവർക്ക് CIDക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്താ തക്കുടു നീ ഹോംവർക്ക് ചെയ്യാതിരുന്നേ? അത് ഞാൻ നാളെ പാരന്റിനെയും കൂട്ടി വന്നാ മതി. എന്ത് വലിയ സർക്കസ് കൂടാരം അത്. ഇതിന്റെ ഉള്ളിൽ കേറാൻ പറ്റിയിരുന്നെങ്കിൽ കൊതിയാകുന്നു. അടിപൊളിയായിരിക്കും. എങ്ങനെയുണ്ട് ഈ CIDയുടെ കണ്ടുപിടുത്തം? CIDക്ക് ബാഗിലെ ഹോംവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി നീ പാരന്റിനെ വിളിച്ചു കൊണ്ടുപോകണ്ട. എന്നെ കളിയാക്കണ്ട, ഞാൻ പോവാ. തക്കുടു നിൽക്കടാ, നിക്ക്. എനിക്ക് മാത്സ് അറിയാതിരുന്നത് കൊണ്ടല്ലേ ഞാൻ ചെയ്യാതിരുന്നത്. എല്ലാവരും എന്നെ കളിയാക്കുവാണല്ലോ. ഈശോയെ, ഹായ് അങ്കിൾ. അങ്കിള് നല്ല വിഷമത്തിലാണല്ലോ. ഓ, പുതിയ സർക്കസുകാർ വന്നപ്പോൾ അങ്കിളുടെ പണി കുറഞ്ഞതിലുള്ള ദുഃഖമാണല്ലേ. സാരമില്ല അങ്കിളെ, എന്നും ഞാൻ വന്നു കാണും. ഡാഡിയോട് പൈസയും വാങ്ങിത്തരാം. അതല്ല മോനെ, ഇന്നലെ കാര്യമായിട്ടൊന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കിച്ചോനോട് പറഞ്ഞു നീ കാട്ടിൽ പോയി വല്ലതും കഴിച്ചോ എന്ന്. പക്ഷേ എന്തു പറ്റി അങ്കിളെ? ഒന്നും കിട്ടിയില്ല അവന്. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം ഭക്ഷണം. അവൻ ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ മുതൽ കിച്ചുവിനെ കാണുന്നില്ലെന്നോ? അതെ. അങ്കിൾ വിഷമിക്കാതെ, കാട്ടിൽ എന്റെ കൂട്ടുകാരുണ്ട്, അവരോട് അന്വേഷിക്കാം. അവർക്കറിയാതിരിക്കില്ല. വയസ്സായ ഞാൻ അവിടെ പോയി അന്വേഷിക്കാനാ. കിച്ചുവിനെ കൊണ്ടുവന്നു തരുന്ന കാര്യം ഞാൻ ഏറ്റെന്നേ. അങ്കിള് കരയാതിരിക്ക്, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും ഇത് എവിടെ പോയി? ഞാനാണ് അങ്കിളിന് വാക്കു കൊടുത്തല്ലോ കിച്ചുവിനെ കൊണ്ടുചെല്ലാമെന്ന്. ഇതാണ് അടയാളം. ഈ വഴി വാഹനങ്ങൾ ഒന്നും വരാത്തതാണല്ലോ. പിന്നെ എങ്ങനെ ഈ അടയാളം വന്നു? പഴങ്ങൾ ചിതറി കിടക്കുന്നു. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇതിനെ ഫോളോ ചെയ്ത് നോക്കാം. അതിനകത്ത് എങ്ങനെ കേറും? എങ്ങോട്ടാ മോനെ? ഇപ്പോൾ ഷോ ഒന്നുമില്ലേ? പോയിട്ട് നാളെ വാ. ചേട്ടാ, എനിക്ക് അതിന്റെ ഉൾവശം ഒന്ന് കണ്ടാൽ മതി. എനിക്ക് കൊതിയായിട്ടോ ചേട്ടാ. പോടാ, പോകാനല്ലേ പറഞ്ഞത്? ഒന്ന് പിടിക്കാൻ സഹായിച്ചേ. ദാ വരുന്നു. അതെ, ഈ മാജിക് ഫ്ലവേഴ്സേ നമ്മെ വലിയ സമ്പന്നരാക്കും അല്ലേ? അതെ അതെ, കുട്ടികൾക്ക് പോഴേ മാജിക് ഫ്ലവേഴ്സ് എന്ന് കേട്ടാൽ ഹരമാണ്. കള്ളന്മാരെ, നിങ്ങളാണല്ലേ സർക്കസ് നടത്തുന്നത്? ആളെ തിരിച്ചറിയാതിരിക്കാനാണല്ലേ മുഖം മൂടി? ഇവറ്റകളെ
പതുക്കെ ഓരോന്നായി ബോസിന്റെ അടുത്തെത്തിക്കേ, ഞാനും സഹായിക്കാം. ആദ്യം ആ കുരങ്ങനെ കൊണ്ടുപോവാ. ബോസിന് സമ്മതിച്ചു. അങ്ങേര് ശരിക്കും ഒരു സയന്റിസ്റ്റ് തന്നെ. ഒടുക്കത്തെ ബുദ്ധിയാണ് പഹയെന്ന്. ഇതാകുമ്പോ സർക്കസിലെ മൃഗങ്ങളാണെന്ന് വിചാരിക്കും. അണ്ണനാരാമോ? അമ്പടാ, ഇതാണോ പരിപാടി? പാവം കിച്ചു. ഈശോയെ, കിച്ചുവിനെ കാത്തുകൊള്ളണേ. എവിടേക്കാടാ തക്കടു നീ ഓടിപ്പോന്നേ? പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലേക്കോ? അവിടെ എന്താ? നിന്നെ ആരേലും തല്ലിയോ? നമ്മുടെ സ്കൂളിനടുത്ത് വന്ന സർക്കസുകാരില്ലേ, അവരാരാണെന്നറിയാവോ? മുത്തശ്ശൻ, കിച്ചുവിനെ അവരെന്തെങ്കിലും ചെയ്തു കാണോ? ഞാൻ എല്ലാം അറിഞ്ഞു. നിങ്ങൾ വേഗം പോലീസിനെ വിവരം അറിയിക്ക്. ഞാൻ ഇവരുടെ കാര്യം നോക്കിക്കൊള്ളാം. അവനെ സൂക്ഷിക്കണം ബോസ്, അവൻ കുറച്ച് വികൃതയാണ്. അതിനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇത് നോക്കിയേ, ഇതൊന്ന് വെച്ചാ പിന്നെ അവൻ ബോധം കെട്ടോളും. അത് കൊള്ളാം. എന്നിട്ട് വേണം എനിക്ക് പരീക്ഷണം നടത്താൻ. വേഗം അത് തുറക്കാൻ. ഇത് കണ്ടോ? ഇനി അവന്റെ വേലത്തരമൊന്നും എന്റെ അടുത്ത് വേണ്ട. കണ്ടില്ലേ ബോധം കെട്ട് കിടക്കുന്നത്? എന്റെ പോ, എന്താ ഇത്? മരുന്ന് മാറിയോ? എന്റെ അപ്പച്ചിയെ, ഇതിപ്പോ എന്നെ കൊല്ലുവേ. എല്ലാം ഉണ്ണീശോയുടെ അനുഗ്രഹം. അപ്പോ നിങ്ങൾ പറയാറുള്ള കാവൽ മാലാഖമാരാണോ എന്നെ രക്ഷിച്ചത്, എനിക്ക് ശക്തി തന്നത്? തീർച്ചയായിട്ടും. ഇവനിത് എന്തു പറ്റി? മുഖത്ത് പെട്ടെന്നൊരു മ്ലാനത. ഒന്നുമില്ല, ഞാൻ സ്കൂളിലെ കാര്യം ഒന്ന് ആലോചിച്ചതാ. എനിക്ക് കണക്കറിയാഞ്ഞിട്ടല്ലേ? ടീച്ചർ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. എന്തൊരു കഷ്ടമായത്. ഞങ്ങളെ ഉണ്ണിയേശോട് പ്രാർത്ഥിക്കാം, ടീച്ചറുടെ മനസ്സ് മാറണേന്ന്. അതേ തക്കടു, നീ നന്മയുള്ളവനാ. തീർച്ചയായും ടീച്ചറിന്റെ മനസ്സ് മാറും. ഞങ്ങളും പ്രാർത്ഥിക്കാം നിനക്ക് വേണ്ടി. തക്കുടുവിനോട് ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ? ഒരു ടീച്ചർ എന്ന രീതിയിൽ അവന്റെ കുറ്റങ്ങളും കുറവുകളും ഇല്ലാതാക്കേണ്ടതാണോ? മറിച്ച് അവരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുകയല്ല. മറ്റുള്ള കുട്ടികളുടെ മുൻപിൽ അവൻ അപഹാസ്യനായി മാറിയില്ലേ? അയ്യോ കർത്താവേ, ഞാൻ എന്ത് വലിയ തെറ്റായി ചെയ്തത്. അവൻ ഇനി ആ വിഷയം കൂടുതൽ വെറുക്കുന്നതിന് മുൻപ് അവന്റെ കുറ്റങ്ങൾ നികത്തിക്കൊണ്ടുവരണം. കർത്താവേ, നീ എന്നോട് പൊറുക്കണമേ. ഹലോ, തക്കടുവിന്റെ വീടല്ലേ? ഞാൻ അവന്റെ ക്ലാസ് ടീച്ചറാ. അതെ, ഞാൻ അവന്റെ ഡാഡിയാണ്. പറയൂ, എന്താണ് ടീച്ചർ? ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു ടീച്ചർ. തക്കുടു പറഞ്ഞിരുന്നു സ്കൂളിലേക്ക് വരണമെന്ന്. അത് വേണ്ടെന്ന് പറയാനാ വിളിച്ചേ. എന്താണ് കാരണമെന്ന് പറഞ്ഞത്? അവൻ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? ഇല്ലെന്നേ, കാര്യം ഇതാണ്. തക്കടു മാത്സിൽ പഠിക്കാൻ അത്ര പോരാ. ഹോംവർക്കും ചെയ്യാറില്ല. ഓ, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ടീച്ചർ. അത് പ്രശ്നമില്ല. നിങ്ങൾ അവനൊന്ന് ശ്രദ്ധിച്ചാ മതി. അവന് വേണ്ട സ്പെഷ്യൽ ക്ലാസ് ഞാൻ കൊടുക്കുകയും ചെയ്യാം. ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചോളാം. ശരി.